ഭണ്ണാരക്കാവുകൾ കെട്ടി ഒരുക്കങ്ങൾ പൂർത്തിയാവുന്നതോടെ ജന്മസമുദായത്തിന്റെ കൽപ്പന വാങ്ങി കണക്കപ്പിള്ള ഭണ്ണാരമെഴുന്നള്ളത്ത് തുടങ്ങാൻ സമയമായി എന്ന് അടിയന്തര യോഗത്തെ അറിയിക്കുന്നു. കണക്കപ്പിള്ളിയുടെ അറിയിപ്പോടെ ഓച്ചർ പാണി കൊട്ടുന്നു. പാണി പൂർത്തിയായാൽ സ്വർണം വെള്ളിപ്പാത്രങ്ങൾ എടുത്തവരിൽ ഏറ്റവും മുതിർന്നയാൾ മുൻപിൽ എന്ന ക്രമത്തിലും പാത്രക്കാവുകൾ അവർക്കു പിന്നിലും തിരുവാഭരണ ചെപ്പുകളുമായി പിണ്ടാലി നമ്പീശൻ തറവാട്ടുകാരും വെള്ളിക്കുത്തുവിളക്കുമായി ചെമ്പോട്ടിപ്പണിക്കരും വാളുകളുമായി വാളശന്മാരും ജന്മസമുദായത്തിന്റെ നേതൃത്വത്തിൽ വാദ്യാഘോഷങ്ങളോടെ അടിയന്തര യോഗവും ഗോപുരത്തിൽ നിന്ന് പുറപ്പെടുന്നു. ഇവർ ചിനച്ച് വയലിനക്കരെയുള്ള പൂതനാക്കൂൽ തറയിൽ എത്തുമ്പോൾ കീരോസ്വാമി അരിയെറിഞ്ഞ് വെറ്റില നൽകി അവരെ കൈപിടിച്ച് സ്വീകരിക്കുന്നു. ആൽത്തറ പ്രദക്ഷിണം വെച്ച് തൊഴുതിറങ്ങി വാദ്യാഘോഷങ്ങളോടെ പുറപ്പെടുമ്പോൾ ബിംബങ്ങൾ എഴുന്നള്ളിക്കേണ്ട ആനകളും ഇവർക്കൊപ്പം ചേരുന്നു. യാത്രയിൽ ഉടനീളം വലംതല, കുഴൽ, ഇലത്താളം, പാണി എന്നിവയാണ് വാദ്യങ്ങൾ. വാദ്യാഘോഷത്തോടെ ഈ ഘോഷയാത്ര ഓംകാരം മുഴക്കി കൊട്ടിയൂർ ലക്ഷ്യമാക്കി പ്രയാണം ആരംഭിക്കുന്നു. ഭക്തജനങ്ങൾ കാണിക്കയർപ്പിക്കുന്ന പെട്ടി അഥവാ പാത്രമാണ് സാധാരണ ക്ഷേത്രങ്ങളിൽ ഭണ്ണാരം എന്നറിയപ്പെടുന്നത്. എന്നാൽ ഇവിടെ കൊട്ടിയൂരിൽ പെരുമാളിന്റെ സ്വർണം, വെള്ളിപ്പാത്രങ്ങൾ, വിളക്കുകൾ, തിരുവാഭരണങ്ങൾ അടക്കം ചെയ്ത ചെപ്പ്, സ്വർണ രജത താലങ്ങൾ, പൂജാപാത്രങ്ങൾ എന്നു തുടങ്ങി ഗോപുരത്തിൽ നിന്ന് എഴുന്നള്ളിക്കുന്ന എല്ലാമാണ് ഭണ്ണാരങ്ങൾ. നെയ്യാട്ടം കഴിഞ്ഞ് അടുത്ത നാൾ ഇവയെല്ലാം മണത്തണ ഗോപുരത്തിൽ നിന്ന് വാദ്യമേളത്തോടെ ഘോഷയാത്രയായി അടിയന്തര യോഗത്തോടൊപ്പം അക്കരയ്ക്ക് എഴുന്നള്ളിക്കുന്നതാണ് ഭണ്ണാരമെഴുന്നള്ളത്ത്. ശീവേലി എഴുന്നള്ളിക്കുന്ന രണ്ടാനകളും ഭണ്ണാരത്തിൽ ഉൾപ്പെടുന്നു. അടിയന്തര യോഗം അകമ്പടി സേവിക്കുന്ന ഈ എഴുന്നള്ളത്ത് ഘോഷയാത്രയ്ക്ക് വാളശന്മാരാണ് അംഗരക്ഷകർ. ധാരാളം പ്രത്യേകതകൾ നിറഞ്ഞതാണ് ഈ ചടങ്ങ്. ഭണ്ണാര ഘോഷയാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന സപ്തമാതാക്കൾ കരിമ്പനക്കൽ പള്ളിയറയിൽ നിന്ന് ഭഗവതിയുടെ അരുളപ്പാട് കേൾക്കുന്നതോടെ പുറപ്പെടുന്നതായാണ് സങ്കല്പം. ഇതിന്റെ പ്രതീകമായി വാളശന്മാർ ചപ്പാരത്തിലെ വാളുകൾ ഗോപുരത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു. ഇവരോടൊന്നിച്ചു തന്നെ ഭണ്ണാരമെഴുന്നള്ളിപ്പിന്റെ അവകാശികളായ കുടിപതികളും ഗോപുരത്തിലെത്തുന്നു. എല്ലാവരും എത്തുന്നതോടെ സമുദായത്തിന്റെ കൽപ്പനപ്രകാരം കണക്കപ്പിള്ള മണാളനിൽ നിന്ന് താക്കോൽ വാങ്ങി നിലവറ തുറക്കുന്നു. ഏഴിലക്കാരണവർ നിലവറയിൽ ഇറങ്ങി കണക്കപ്പിള്ള വിളിച്ചു പറയുന്ന പട്ടോലക്കണക്കനുസരിച്ച് വേണ്ട ഭണ്ണാരങ്ങൾ ഉത്സവത്തിന്റെ നിത്യ നിധാനത്തിനു വേണ്ടതെല്ലാം പുറത്തെടുത്ത് സമുദായത്തിന്റെ മുൻപാകെ കുടിപതികളെ ഏൽപ്പിക്കുന്നു. ഇവർ തൊട്ടടുത്തുള്ള ഒരു പ്രത്യേക സ്ഥാനത്ത് വെച്ച് ഇവ എഴുന്നള്ളിക്കാനുള്ള സൗകര്യത്തിന് ചെറിയ കാവുകളാക്കുന്നു. ചിലത് ഒറ്റയ്ക്കും എഴുന്നള്ളിക്കുന്നു. ഗോപുരത്തിൽ നിന്ന് പാണികൊട്ടി പുറപ്പെടുന്ന ഭണ്ണാരമെഴുന്നള്ളത്തിന് 8 ദിക്കിൽ ദിക്പാണിയും 5 വാളാട്ടവും. ദിക്പാണി കൊട്ടുന്നത് ദിക്പാലകരോട് അനുവാദം വാങ്ങാനും അവരെ കൊട്ടിയൂരിലേക്ക് ആനയിക്കാനുമാണ്. വഴിയിലെ സങ്കല്പസ്ഥാനങ്ങളിൽ വാളശന്മാർ നടത്തുന്ന വാളാട്ടങ്ങൾ അവിടങ്ങളിലെ ദേവതാ ചൈതന്യങ്ങളെ വാളുകളിലേക്ക് ആവാഹിക്കുന്ന വൈദിക ചടങ്ങ്. ചില മന്ത്രങ്ങളോടെ വാളുകൾ ഉയർത്തിത്താഴ്ത്തി ക്ഷേത്ര ചൈതന്യങ്ങളെ വാളുകളിലേക്ക് ആവാഹിക്കലാണ് ഈ വാളാട്ടങ്ങൾ. ചന്തമ്മൻകുളം, പൊന്നേരിക്കുംപാല, മൂർച്ചിലക്കാവ്, മാണിക്കംചാൽ, ചുങ്കക്കുന്ന് എന്നിവിടങ്ങളിലാണ് വാളാട്ടം നടക്കുന്നത്. ദിക്പാണി കൊട്ടുന്നത് പൂതനാക്കൂൽ, ചന്തമ്മൻകുളം, പൊന്നേരിക്കുംപാല, ചാണപ്പാറ, മാണിക്കാംചാൽ, ആയോത്തുംചാൽ, ഗണപതിപുരം, ചുങ്കക്കുന്ന് എന്നീ 8 കൊട്ടിയൂർ ലക്ഷ്യമാക്കി ഓംകാരത്തോടെ നീങ്ങുന്ന ഭണ്ണാരമെഴുന്നള്ളത്തിന് മണത്തണയ്ക്ക് കിഴക്ക് 8 നാഴിക അകലെയുള്ള ഗണപതിപുരത്താണ് ഭക്ഷണവും വിശ്രമവും. ഇവർക്കവിടെ ഭക്ഷണമൊരുക്കേണ്ടത് കൈതേരി നമ്പ്യാർ സ്ഥാനികനാണ്. അദ്ദേഹം ഗണപതിപുരം വലിയ നെൽവയലിൽ അവിൽ, പഴം, ശർക്കര, തേങ്ങ, ഇളനീർ എന്നിവ ഒരുക്കി വെക്കുന്നു. ഭണ്ണാരമെഴുന്നള്ളത്തുകാർ ഭണ്ണാരങ്ങൾ അവിടെയുള്ള പാറപ്പുറത്ത് എഴുന്നള്ളിച്ച് വിശപ്പും ദാഹവും മാറ്റി അല്പനേരം വിശ്രമിച്ച് യാത്ര തുടരുന്നു. ഇവരുടെ അടുത്ത വിശ്രമം ഇക്കരെ കൊട്ടിയൂർ അമ്പലത്തിലാണ്. പടിഞ്ഞിറ്റ നമ്പൂതിരി ഇക്കരെ അമ്പലത്തിൽ നേദിക്കുന്ന തണ്ണിലാമൃത് അഥവാ ഉണ്ണിയപ്പം ഇവർക്ക് പ്രസാദമായി നൽകുന്നു. അപ്പവും പാനകവും കഴിച്ച് അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം ഭണ്ണാരമെഴുന്നള്ളത്ത് അക്കരയ്ക്ക് പുറപ്പെടും. കഴിഞ്ഞ തൃക്കലശാട്ടിനു ശേഷം ഇക്കരെ പൂജിക്കുന്ന ഭഗവതിയുടെയും പെരുമാളിൻ്റെയും
ബലിബിംബങ്ങളും നെയ്യാട്ടനാൾ എത്തിച്ചിരുന്ന മുതിരേരി വാളും മുഴുവൻ അടിയന്തരക്കാരും ഭണ്ണാരമെഴുന്നള്ളത്തിനൊപ്പം അക്കരയ്ക്ക് പുറപ്പെടും. മുന്നിൽ ഭണ്ണാരമെഴുന്നള്ളത്തുകാരും വാളും പരിചയുമായി പെരുമാളുടെ അംഗരക്ഷകരായ പേരിയ നായരും വടക്കേടത്തു നായരും പിന്നിലുമായി നടക്കുന്നു. ഇവരെ പിന്തുടർന്ന് ഓച്ചറുടെ നേതൃത്വത്തിൽ വാദ്യക്കാരും ജന്മ സമുദായവും മുതിരേരിവാളും വാളശന്മാരും കുത്തുവിളക്കുകാരും പന്തക്കിടാങ്ങളും ഭഗവതിയുടെ ബിംബവുമായി പടിഞ്ഞിറ്റയും പെരുമാളിൻ്റേതുമായി പ്രാണബലവും അവർക്കു പിന്നിലായി അടിയന്തരക്കാരും ഏറ്റവും പിന്നിലായി ഊരാളന്മാരും ആനകളും അക്കരയ്ക്ക് നീങ്ങുന്നു. ബിംബങ്ങൾ വാവലിക്കെട്ടിന് വടക്കുവശത്ത് പുഴയിൽ കഴുകിയെടുക്കും. വാവലിക്കെട്ടിന് മുകളിലൂടെ നീങ്ങുന്ന ഘോഷയാത്ര പടിഞ്ഞാറേ നടവഴി തിരുവഞ്ചിറയിൽ പ്രവേശിച്ച് അപ്രദക്ഷിണമായി കിഴക്കേ നടയിൽ വരുന്നു. ഭണ്ണാരങ്ങൾ മുഖമണ്ഡപത്തിലും വാളുകൾ വാളറയിലും ഭഗവതിയുടെ വിഗ്രഹം അമ്മാറക്കല്ലിലും പെരുമാളിൻ്റേത് ഉഗ്രവേദിയിലും യഥാസ്ഥാനങ്ങളിൽ വെച്ച് പാണികൊട്ടി വാദ്യം അവസാനിപ്പിക്കുന്നു. എഴുന്നള്ളത്ത് ഇക്കരെ നിന്ന് പുറപ്പെടുമ്പോൾ വരുന്ന പാണി ദേവീദേവന്മാരുടെ പാണി, മുതിരേരി വാളിൻ്റെ പാണി എന്നിങ്ങനെ 3 പാണിയുണ്ട്. ഭണ്ണാരമെഴുന്നള്ളത്തിന് പിന്നാലെ മാത്രമേ കഴിഞ്ഞ വർഷം മകന്നാളിൽ അക്കര നിന്നു പിന്മാറുന്ന സ്ത്രീകൾക്ക് ഇവിടേക്ക് പ്രവേശനമുള്ളൂ. ഈ ആണ്ടത്തെ വൈശാഖോത്സവത്തിൻ്റെ നിത്യ പൂജാവിധാനങ്ങളുടെ മുറപ്രകാരമുള്ള ആരംഭം ഉഷക്കളവാണ്. നെയ്യാട്ടം മുതൽ ഉത്രാടം വരെ ദേവന്മാരുടെ ഉത്സവവും തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവവും മകം മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവവും എന്നാണ് ഇവിടുത്തെ ഉത്സവ നടത്തിപ്പിനെ പറ്റിയുള്ള സങ്കല്പം.